ഏവർക്കും നമസ്കാരം. ബഹുമാന്യരെ, സ്നേഹിതരെ, ആദരണീയരെ, വാക്കുകളെ പുസ്തകത്തിൻ്റെ രൂപേണ വിവിധ ആശയങ്ങളായി അവതരിപ്പിക്കുന്ന ഈ പന്തലുകൾക്കിടയിൽ സമാഹരിക്കപ്പെട്ട പുസ്തകങ്ങളുടെ ഇടയിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് നാം എല്ലാവരും ഇവിടെ സന്നിഹിതരായിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട KG അലക്സാണ്ടർ അച്ഛൻ്റെ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് ഒരു ഇതിഹാസം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മത്തിലേക്കാണല്ലോ നാം എല്ലാവരും കടന്നു വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കട്ടെ. പൗലോസ് മാർ ഗ്രിഗോറിയോസ് ഒരു ആത്മീയ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ആൾ എന്നതിനപ്പുറമായി ഒരു ഇതിഹാസമായി ആശയങ്ങൾ കൊണ്ട് ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും അടയാളപ്പെടുത്തിയ ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്ന പുസ്തകത്തിൻ്റെ തലക്കെട്ട് വാചകത്തിൽ ഒരു ഇതിഹാസം എന്ന വാക്കുകൂടി കൂട്ടിച്ചേർക്കുന്നത്. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ ഈ പുസ്തക പ്രകാശന ചടങ്ങിന് അധ്യക്ഷപദം അലങ്കരിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സീനിയർ വൈദികനായിരിക്കുന്ന ബഹുമാനപ്പെട്ട അലക്സാണ്ടർ വൈദ്യൻ കോർ എപ്പിസ്കോപ്പ അച്ഛനാണ്. വളരെ ആദരവോടെ സ്നേഹത്തോടെ ഈ മീറ്റിങ്ങിലേക്ക് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് നമ്മുടെയൊക്കെ അഭിമാനമായിരിക്കുന്ന അടൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിൻ്റെ ഡെപ്യൂട്ടി സ്പീക്കറായി സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും സ്നേഹബഹുമാന ആദരവുള്ള ചിറ്റയം ഗോപകുമാർ അവറുകളാണ്. വളരെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുന്നു. APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി നിയമിതയായിരിക്കുന്ന സ്നേഹാധരണിയായ ഡോക്ടർ സിസ തോമസ് ഈ പുസ്തകം ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ചടങ്ങിൽ നമ്മെ അഭിസംബോധന ചെയ്യും. വളരെ ആദരവോടെ അങ്ങയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജോൺസൺ കോർ എപ്പിസ്കോപ്പ അച്ഛൻ സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ അലങ്കരിക്കുന്നു. ആദരവോടെ സ്വാഗതം ചെയ്യട്ടെ. രാഷ്ട്രീയ സാമൂഹിക സാഹിത്യ മേഖലയിലെ പേരെടുത്ത് പറയേണ്ട ഏതാനും ആളുകൾ ഒത്തുകൂടിയിരിക്കുന്ന ഈ ചടങ്ങിലേക്ക് നിങ്ങളെ എല്ലാവരെയും ബഹുമാനപ്പെട്ട എഴുത്തുകാരൻ KG അലക്സാണ്ടർ അച്ഛൻ്റെയും കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പരസ്പരം ആശംസിച്ചുകൊണ്ടും സ്വാഗതം ചെയ്തുകൊണ്ടും ഈ വേദിയെ ധന്യമാക്കുന്നതിൽ സന്തോഷം അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. എല്ലാവർക്കും ഈശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ. അധ്യക്ഷ വാക്കുകൾക്കായി ബഹുമാനപ്പെട്ട അലക്സാണ്ടർ വൈദ്യൻ കോർ എപ്പിസ്കോപ്പ അച്ഛനെ ക്ഷണിക്കുന്നു. ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട KG അലക്സാണ്ടർ അച്ഛൻ രൂപപ്പെടുത്തിയിട്ടുള്ള ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് ഒരു ഇതിഹാസം എന്ന ശ്രേഷ്ഠമായ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മത്തിൽ എനിക്ക് കൂടെ ഭാഗവാക്കാകുവാൻ ലഭിച്ച ഈ അവസരം ഒരു ദൈവ നിയോഗമായി ഞാൻ കരുതുകയാണ്. പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി
ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു മഹാപുരുഷനാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി 4 വർഷം കോട്ടയം വൈദ്യ സെമിനാരിയിൽ പഠിക്കുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായത് എൻ്റെ വൈദിക ശുശ്രൂഷയ്ക്ക് ഏറ്റവും അനുഗ്രഹവും ഒരു പ്രോത്സാഹനവുമായി എന്നുള്ളത് ഞാൻ എന്നും തിരിച്ചറിയുന്ന ഒരു കാര്യമാണ്. ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ബഹുമാനപ്പെട്ട KG അലക്സാണ്ടർ അച്ഛൻ അഭിമന്യ തിരുമേനിയോടൊപ്പം താമസിച്ച് നേരിട്ട് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലിയും അദ്ദേഹത്തിൻ്റെ പഠനങ്ങളും ഒക്കെ നേരിട്ട് മനസ്സിലാക്കി അത് ഒരു പുസ്തക രൂപത്തിൽ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുവാൻ തക്കവണ്ണം അച്ഛനെ ഇടയായതിൽ ഞാൻ ഈശ്വരനെ സ്തുതിക്കുകയാണ്. പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, വേദപുസ്തകത്തിലെ സെയിൻറ്റ് പൗലോസ് ലീഹ അദ്ദേഹത്തിൻ്റെ പല ലേഖനങ്ങളും പുസ്തകങ്ങളും ഹോളി ബൈബിളിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനെക്കുറിച്ച് വളരെ അധികം മനസ്സിലാക്കുകയും അറിയുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് പൗലോസ് ലീഹ. പക്ഷെ അദ്ദേഹത്തിൻ്റെ പല ലേഖനങ്ങളിലും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, യേശുവിനെ അറിയുക, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. മൈ അംബിഷൻ ഈസ് ടു നോ ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം. ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആൾ പറയുകയാണ്, യേശുവിനെ അറിയുക, ടു നോ ജീസസ് ക്രൈസ്റ്റ്, ദാറ്റ് ഈസ് മൈ പർപ്പസ്, ദാറ്റ് ഈസ് മൈ മോട്ടോ. പൗലോസ്ലിയുടെ ജീവിതത്തിലെ ആത്യന്തികമായ ലക്ഷ്യം യേശു ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ്. യേശു ക്രിസ്തു ദൈവമാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ഒരു വ്യക്തിയെ, യേശുവിനെ അറിയുക എന്നുള്ളത് വളരെ പരിമിതമായിട്ട് മാത്രമേ മനുഷ്യരെ കൊണ്ട് പറ്റത്തുള്ളൂ. കുരുടനായ മനുഷ്യൻ ആനയെ കാണാൻ പോയാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ ആഴത്തിൽ നമ്മൾ ഇറങ്ങിയാൽ. ഇതുപോലെ പരിശുദ്ധനായ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ, ഞാൻ KG അലക്സാണ്ടർ അച്ഛനോട് ചോദിക്കുകയായിരുന്നു, അച്ഛൻ ഈ പുസ്തകം എഴുതിയപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു വിവരം അദ്ദേഹത്തിൻ്റെ ഈ സമൂഹത്തിന് കൊടുത്തിട്ടുള്ള സമ്പാദ്യം ഇതിൽ തികയുമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒന്നുമില്ല, അതിൻ്റെ 100 പോലും ഇല്ല. ഇനിയും ധാരാളം കാര്യങ്ങൾ പറയുവാനും എഴുതുവാനുണ്ട്. അപ്പോൾ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെക്കുറിച്ച് പഠിക്കുന്നവർക്ക് വീണ്ടും വീണ്ടും അദ്ദേഹത്തെ കൂടുതലായിട്ട് അറിയണം. ടു നോ പൗലോസ് മാർ ഗ്രിഗോറിയോസ്. പൗലോസ്ലിയ പറഞ്ഞ പോലെ, മൈ അംബിഷൻ ഈസ് ടു നോ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് എന്നുള്ള ഒരു ചിന്ത, ആ ഒരു ആകാംക്ഷ ഈ പുസ്തകം വായിക്കുന്ന ആർക്കും ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. വളരെ ശ്രേഷ്ഠരായ, ബുദ്ധിശാലിയായ, ലോക രാജ്യങ്ങളിലുള്ള പല പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ തക്കവണ്ണം നേതാക്കന്മാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുള്ള, ആലോചന കൊടുത്തിട്ടുള്ള ഒരു വലിയ വ്യക്തിത്വത്തിനുടമയാണ് ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ്. അദ്ദേഹത്തെക്കുറിച്ച് ഉള്ളതായി ഈ പുസ്തകം നമുക്കും ഭാവി തലമുറയ്ക്കും വളരെ അനുഗ്രഹമായി തീരും എന്നുള്ളതിൽ സംശയമില്ല. ഈ പുസ്തക പ്രകാശനം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ സിസാ തോമസിനെയും മുഖ്യാതിഥിയായിരിക്കുന്ന ശ്രീ ചിറ്റയം ഗോപകുമാർ അവരുകളെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട്, വ്യക്തിപരമായി ഞാനും സ്വാഗതം ചെയ്തുകൊണ്ട്, ഈ സംബന്ധിക്കുന്ന എല്ലാവരെയും, ഇത് ഇവിടെ ആയിരിക്കുന്ന സമയം ഇത് നമുക്കൊരു അനുഗ്രഹം തന്നെയാണ്, ഒരു നമ്മുടെ ജീവിതത്തിലെ ഒരു അസുലഭ സന്ദർഭമായിരിക്കുമെന്നുള്ള സംശയമില്ല. എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട്, അനുമോദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് പ്രവേശിക്കാം. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഏറ്റവും ആദരണീയനായ ചിറ്റയം ഗോപകുമാർ അവറുകളും
ഏറ്റുവാങ്ങുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ സിസ തോമസ് അവറുകളുമാണ്. ഈ മഹനീയമായ ചടങ്ങിലേക്ക് വിശിഷ്ട അതിഥികളായ ഇരുവരെയും ക്ഷണിക്കുന്നു. ഒപ്പം പ്രിയപ്പെട്ട വൈദികരും ഇതിൽ പങ്കാളികളാകണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അധ്യക്ഷൻ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ്, ഫാദർ സജി മേക്കാട്ട്, പുസ്തകം ഏറ്റുവാങ്ങിയ ഡോക്ടർ സിസ തോമസ്, ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ഫാദർ KG അലക്സാണ്ടർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് ഒരു ഇതിഹാസം എന്ന ഈ പുസ്തകം അലക്സാണ്ടർ അച്ഛൻ രചിച്ചതിന് ശേഷം അദ്ദേഹം അടൂർ വെച്ച് എന്നോട് ചോദിച്ചു, ഇതൊന്ന് പ്രകാശനം ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിന് പറ്റിയൊരു ഇടമുണ്ട്, നിയമസഭയിൽ അന്താരാഷ്ട്ര പുസ്തകോത്സവം നടക്കുകയാണ്, നമുക്ക് അവിടെ വെച്ച് തന്നെ പ്രകാശനം ചെയ്യാമെന്ന് പറയുകയുണ്ടായി. പിന്നെ എല്ലാം വളരെ വേഗമായിരുന്നു. അച്ഛൻ പിന്നെ അവിടെ പ്രകാശനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചടങ്ങിലേക്ക് നിയമസഭയിൽ വരികയും അതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്ന് അലക്സാണ്ടർ അച്ഛൻ്റെ ആ സ്വപ്നം ഇവിടെ സഫലമായിരിക്കുന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മിക്കവാറും ഞാനും അലക്സാണ്ടർ അച്ഛനും ഒന്നീ വൈകിട്ടോ രാവിലെ അവിടെ അടൂർ ടൗണിൽ വെച്ച് മീ കാണാറുണ്ട്. ഇവിടെ സൂചിപ്പിച്ച പോലെ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോസ് എന്ന ദൈവതുല്യമായിട്ടുള്ള ആ പിതാവിനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയുക എന്ന് പറഞ്ഞാൽ അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രമാത്രം അഗാധമായ പാണ്ഡിത്യം, അറിവ്, മതനിരപേക്ഷതയുടെ ഉയർന്ന തലങ്ങളിൽ എപ്പോഴും ചിന്തിക്കുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് നിരവധി ബഹുമാനനായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. നമുക്കറിയാം എങ്ങനെയായിരിക്കണം ഒരു നല്ല മനുഷ്യൻ. അതാണ് ഒരു നല്ല മനുഷ്യൻ്റെ ചിന്തയാണ് അദ്ദേഹം പറഞ്ഞത്. ക്രിസ്തുവിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയണം, അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാ മനുഷ്യരും എല്ലാം അറിയുന്നവരാണെന്ന അഹംഭാവമുള്ളവരും അഹന്തയുള്ളവരുമാണ് ഭൂരിപക്ഷം പേരും. അവിടെയാണ് ഈ ഇതിഹാസം, ഈ പിതാവ് പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നിയമസഭ അനുവദിച്ചിരിക്കുന്ന സമയം അരമണിക്കൂറാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ദീർഘമായ ഞാൻ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. മാത്രമല്ല, നിങ്ങളെല്ലാം ഈ പുസ്തകം വാങ്ങി വായിക്കണം. അദ്ദേഹത്തിൻ്റെ ചിന്തകളും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അദ്ദേഹത്തിൻ്റെ പൗരബോധവും ഈ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും ഇതെല്ലാം തീർച്ചയായും സമൂഹത്തെ ഒന്നായി കാണാൻ, എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുക എന്ന ചിന്തയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. നമുക്കറിയാം, ഇന്ന് മതനിരപേക്ഷതയെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്ന അന്തരീക്ഷത്തിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം അലക്സാണ്ടർ അച്ഛൻ ഒരുപാട് ത്യാഗപൂർവമായ നിലയിൽ ഒരുപാട് പേരെ സമീപിച്ച് തിരുമേനിയെ സംബന്ധിച്ച് ഒരു പുസ്തകം തയ്യാറാക്കാൻ വേണ്ടി വലിയ പരിശ്രമമാണ് നടത്തിയത്. അലക്സാണ്ടർ അച്ഛനെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ അവസരത്തിൽ, ഇത്രയും ത്യാഗോജലമായ നിലയിൽ ഈ പുസ്തകം രചിച്ചതിന്. അതുകൊണ്ട് എല്ലാവരും ഈ പുസ്തകം വാങ്ങി വായിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പുസ്തക പ്രകാശന ചടങ്ങ് നിർവഹിച്ചായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സ്നേഹവും ആദരവും അങ്ങയോട് അറിയിക്കുന്നു. പുസ്തകം ഏറ്റുവാങ്ങിയ ഡോക്ടർ സിസ തോമസ്
ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്നു. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ബഹുമാന്യനായ അലക്സാണ്ടർ വൈദ്യൻ കോർ എപ്പിസ്കോപ്പ, ശ്രീ അഭിവന്ദ്യ ജോൺസൺ കോർ എപ്പിസ്കോപ്പ, ബഹുമാന്യനായ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ സർ, ഫാദർ സജി മേക്കാട്ട്, ബഹുമാന്യനായ ഫാദർ സജി മേക്കാട്ട്, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് ഒരു ഇതിഹാസം എന്ന ഫാദർ KG അലക്സാണ്ടർ അച്ഛൻ്റെ ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ സാധിച്ചത് എനിക്കേറെ സന്തോഷമുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഫാദർ KG അലക്സാണ്ടർ അച്ഛൻ എന്നെ വിളിക്കുകയുണ്ടായി, ഒരു അധ്യായം അതിലെഴുതണം എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് ഏറെ ആശങ്കയാണ് ഉണ്ടായത്. കാരണം എനിക്ക് ഒരുപാടൊന്നും തിരുമേനിയെപ്പറ്റി അറിയാത്തൊരു സാഹചര്യത്തിൽ അങ്ങനെ അറിയാതെ വരുമ്പോൾ വാക്കുകളോട് ചെയ്യുന്ന ഒരു വലിയ ഒരു ഉത്തരവാദിത്വം ആയിരിക്കും അത് എന്ന് എനിക്ക് തോന്നി. പക്ഷേ അച്ഛൻ നിർബന്ധമായി പറഞ്ഞു അത് എഴുതണം എന്നുള്ളത്. അതുപോലെ അച്ഛൻ കുറച്ച് ലേഖനങ്ങളും കുറിപ്പുകളും എല്ലാം എനിക്ക് അയച്ചു തന്നു. എന്നിട്ടും എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇത്രയും മഹത് വ്യക്തികളെ പറ്റി എഴുതാൻ എനിക്ക് അറിവില്ല എന്നുള്ളൊരു ചിന്ത തന്നെയായിരുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മ സഭയിലെ നമ്മുടെ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെപ്പറ്റി അമ്മയ്ക്ക് എന്തറിയാമെന്ന് ചോദിച്ചപ്പം അമ്മ പറഞ്ഞു, അതൊരു സഭയുടെ മാത്രമല്ലല്ലോ, ലോകത്തിൻ്റെ മുഴുവൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിത്വമാണല്ലോ എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. അപ്പം ആ പറഞ്ഞു തന്നതായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രചോദനം എന്നുള്ളത്. കാരണം എനിക്ക് മനസ്സിലായി ഞാൻ എഴുതാൻ പോകുന്നത് ഒരു തിരുമേനിയെപ്പറ്റി മാത്രമല്ല, പക്ഷേ ഒരു മനുഷ്യകുലത്തിൻ്റെ തന്നെ ഒരു മനസാക്ഷിയെക്കുറിച്ചാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ വായിച്ചു. കുറച്ചൊക്കെ ഈ പറയുന്ന പോലെ ഒന്നും നമുക്ക് മുഴുവനായിട്ട് വായിച്ചു തീർക്കാൻ വിധത്തിൽ ഉള്ള ജീവിതമല്ല തിരുമേനിയുടേത്. അതുകൊണ്ട് കുറച്ച് വായിച്ച് ഞാൻ അദ്ദേഹത്തെ പറ്റി ഒരു അധ്യായം ഇതിൽ എഴുതാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു ജ്വലിക്കുന്ന ആത്മീയ യാത്രയായിരുന്നു. കാരണം ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് എഴുതാനിരുന്നപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, ഞാൻ അല്പം തിരക്കാണ്, എനിക്ക് ഒരു ദിവസം പറഞ്ഞു, അത് കഴിഞ്ഞിട്ടേ എനിക്ക് നോക്കാൻ പോലും പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ആ ഇരുന്ന സമയത്ത് എന്താണെന്ന് എനിക്കറിയില്ല, പെട്ടെന്ന് എനിക്ക് എഴുതി തീർക്കാൻ പറ്റി. ഞാൻ അങ്ങ് അച്ഛനെ അയച്ചു കൊടുക്കുകയും ചെയ്തു, കൂടുതലൊന്നും വായിച്ചില്ല. അപ്പം അദ്ദേഹത്തെ പറ്റി എഴുതുമ്പം ഞാൻ ഈ പറയുന്ന ഒരു ജ്വലിക്കുന്ന ആത്മാവിൻ്റെ യാത്രയാണ് എന്ന് ഞാൻ പറയുമ്പം ഒരു സഭയുടെ മതിലുകൾക്കെല്ലാം അതിനുള്ളിലൊന്നും തന്നെ ഒതുങ്ങാതെ, അതുപോലെ തന്നെ മതങ്ങളുടെ ഇടയിൽ പാലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് രാജ്യങ്ങളുടെ അതിരുകളെല്ലാം കടന്ന് മനുഷ്യകുലത്തിൻ്റെ ഒരു മനസാക്ഷിയായി മാറിയ ഒരു ദൈവദാസനായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് അതിലൂടെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായി പറയാൻ കഴിയും, ഈ ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എനിക്ക് വലിയൊരു നഷ്ടമായി പോയനെ. എനിക്ക് തിരുമേനിയെപ്പറ്റി കൂടുതൽ അറിയാൻ സാധിക്കില്ലായിരുന്നു എന്നുള്ളത്. കാരണം ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സഭയുടെ തന്നെ ഒരു മഹത്വമാണ്. അതിലൊക്കെ ഉപരി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും സംവദിക്കുന്ന ഏതൊരു വിശ്വാസത്തിനും ധൈര്യത്തോടെ സത്യം പറയുന്ന ഏതൊരു ആത്മാവിനും അതൊരു അഭിമാനം തന്നെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ നിയമസഭയുടെ ഈ മഹത്തായ ഒരു വേദിയിൽ ഈ ഗ്രന്ഥം പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ, അതും ചിറ്റയം ഗോപകുമാർ സാറ് നല്ല മനസ്സിൻ്റെ ഉടമയും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയുമായ അദ്ദേഹം ഇത് പ്രകാശനം ചെയ്യുകയും അതിൻ്റെ അധ്യക്ഷം വഹിക്കാൻ ബഹുമാന്യനായ അലക്സാണ്ടർ വൈദ്യൻ അച്ഛൻ
കോർ എപ്പിസ്കോപ്പ ഇവിടെ സന്നിഹിതനാകുകയും ചെയ്യുന്നത് വളരെ തിരുമേനിയുടെ എല്ലാം ജീവിതം തന്നെ ഒരു സമകാലികമായിട്ടുള്ള ഒരു അംഗീകാരമാണ്, അല്ലെങ്കിൽ ഒരു ദർശനത്തിൻ്റെ അംഗീകാരമാണ്, അല്ലെങ്കിൽ ഒരു പൊതു സാക്ഷ്യമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ആ ഒരു അപൂർവമായ അവസരത്തിൽ ഭാഗമാകാൻ എനിക്കും സാധിച്ചു. ആ ഒരു അവസരം തന്ന അലക്സാണ്ടർ അച്ഛനോട് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് നന്ദി പറയുകയാണ്. എന്നെ ഈ മഹാത്മാവിൻ്റെ ജീവിതത്തെപ്പറ്റി എനിക്ക് മനസ്സിലാക്കാൻ എനിക്ക് ഒരവസരം തന്നതിന്. ഈ ഗ്രന്ഥം വായിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ നമ്മളുടെ ഒരു ലോകത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് എന്നുള്ളൊരു ചോദ്യത്തിന് വളരെ വ്യക്തമായ ഒരു ഉത്തരം കിട്ടും തിരുമേനിയുടെ ജീവിതത്തിലൂടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു മനുഷ്യന്, ഒരു വ്യക്തിക്ക് ലോകത്തിൻ്റെ മനസാക്ഷിയായി എങ്ങനെ മാറാൻ കഴിയുമെന്നുള്ള ഒരു തിരിച്ചറിവ് ഈ പുസ്തകം വായിക്കുന്നതിലൂടെ നമുക്കുണ്ടാകും. ഈ ഗ്രന്ഥം വായിക്കുന്ന ഓരോരുത്തരും അദ്ദേഹത്തെ വെറുതെ ഓർക്കുകയല്ല, പകരം അദ്ദേഹത്തെ പോലെ ചിന്തിക്കാനും അദ്ദേഹത്തെ പോലെ ധൈര്യത്തോടുകൂടി നിലകൊള്ളാനും പ്രചോദനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് ഒരു ഇതിഹാസം എന്ന ഈ ഗ്രന്ഥം ഏറ്റുവാങ്ങുകയും സംക്ഷിപ്തമായ അവതരണത്തിൽ കൂടി ഈ പുസ്തകത്തിൻ്റെ ഉൾത്താളുകളെ നമ്മെ പരിചയപ്പെടുത്തുകയും ചെയ്ത ഡോക്ടർ സിസ തോമസ് അവറുകളോടുള്ള ആദരവും നന്ദിയും അറിയിക്കട്ടെ. ഒരു എഴുത്തുകാരൻ്റെ മറുപടിക്ക് നമുക്ക് പ്രതിസ്പന്ദനമെന്നോ മറുമൊഴിയെന്നോ ഒക്കെ പറയാം. ഒരു തപസ്യയായി ഏറ്റെടുത്തുകൊണ്ട് ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് ഒരു ഇതിഹാസം എന്ന ഈ ഗ്രന്ഥം ഇവിടെ പ്രകാശനം ചെയ്യുമ്പോൾ എഴുത്തുകാരനും വൈദികനുമായ ഏറ്റവും ബഹുമാനപ്പെട്ട KG അലക്സാണ്ടർ അച്ഛൻ്റെ പുസ്തകത്തിൻ്റെ പിന്നിലെ പ്രവർത്തനങ്ങളെപ്പറ്റി നമുക്ക് അറിയാം. മറുമൊഴിക്കായി ആദരവോടെ ഗ്രന്ഥകർത്താവായിരിക്കുന്ന KG അലക്സാണ്ടർ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഏറെ ആദരണീയനായ അലക്സാണ്ടർ വൈദ്യൻ കോർപ്പിസ്കോപ്പ അച്ഛൻ, നമ്മളെ സ്നേഹിക്കുന്ന അടൂരിൻ്റെ സ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങി അടൂരിൻ്റെ ഓരോ മണ്ഡലികളിലും ആ പദസ്പർശമേറ്റ് ആ ശുശ്രൂഷ സർവീസ് നിർവഹിക്കുന്ന അടൂരിൻ്റെ ജനനായകൻ, ഈ നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ഏറെ ആദരണീയനായ ചിറ്റയം ഗോപകുമാർ സാർ അവർ ഈ പുസ്തകം സ്വീകരിച്ചുകൊണ്ട് ഈ സദസ്സിനെ ധന്യമാക്കിയ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആദരണീയനായ ഡോക്ടർ സിസ തോമസ്, വേദിയിലായിരിക്കുന്ന മെക്കാട്ടച്ചൻ, ജോൺസൺ ശൂർനാടച്ചൻ, കോർപ്പിസ്കോപ്പ, ഏറെ സ്നേഹം നിറഞ്ഞ വിശിഷ്ട അതിഥികൾ, നിറഞ്ഞ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഇതിനകത്തുനിന്ന് ഒരു സ്റ്റാൻസ ഞാൻ പാടാതെ പോകുന്നുവെങ്കിൽ ഞാൻ കമ്പോസ് ചെയ്ത കവ്യാഞ്ജലിയാണ്. ഈ പുസ്തകത്തിൻ്റെ തുടക്കം അവിടെയാണ്. ഭാരതാംബേ നീ എത്രയോ ധന്യയായി, നിന്നുദരത്തിൽ ഉരുവായി നീ മുലയൂട്ടി നിൻ ഉഷ്മാവിൽ വളർന്ന ധന്യമഹാരഥന്മാർ എത്രയെത്രയോ. ഗുരുഗോവിന്ദൻ, ശ്രീ ശങ്കരാചാര്യർ, സ്വാമി വിവേകാനന്ദൻ, മഹാത്മാഗാന്ധി, ശ്രീനാരായണ ഗുരു, മൗലാന ആസാദ്, സർവപ്പള്ളി രാധാകൃഷ്ണൻ എന്നീ നിരകളിൽ ശോഭിച്ചു ഈ ഭാരതപുത്രൻ. എത്രയെത്ര സ്ഥാനങ്ങൾ, ബഹുമതികൾ, പദവികൾ, പുരസ്കാരങ്ങൾ, പ്രശംസകൾ,
പ്രശംസാപത്രങ്ങൾ, ആശംസകൾ, അംഗീകാരങ്ങൾ ആവോളമാർജിച്ച് സർവമതരാഷ്ട്രസമ്മതനായി ശോഭിച്ചു ഈ വിശ്വമാനവൻ. യുഗായുഗങ്ങൾക്കും അപ്പുറമായി ഒരു യുഗം തുറന്ന യുഗപ്രാഭവൻ. ജാതി മതഭേദമിട്ട് സീമ വിട്ട് കൂട്ടം കൂട്ടമായി ഏവരും ആദരിക്കുന്നു ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഇങ്ങനെയുള്ള കുറേ കവിതകൾ എഴുതുവാനുള്ളൊരവസരം എനിക്ക് കിട്ടി. ഞാനിവിടെ നിൽക്കുമ്പോൾ ഈ ഒരു നിമിഷം എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു. ഇങ്ങനൊരു നിമിഷം ഈ ഒരു പുസ്തകമാകുമെന്ന് സ്വപ്നത്തിൽ ചിന്തിച്ച പോലുമില്ല. കുറേ കാസറ്റുകളും കുറേ കവിതകളും കുറേ ഡിവോഷൻ സോങ്സും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. 6 കാസറ്റുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് അതിനെ പുസ്തകമാക്കുവാനായിട്ട് ഒരു അവസരം ദൈവം ഒരുക്കി തന്നു. 29 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പരിശ്രമത്തിൻ്റെ പരിസമാപ്തിയാണ് ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് ഒരു ഇതിഹാസം. 29 വർഷമാവുന്ന തിരുമേനി കാലം ചെയ്തിട്ട്. തിരുമേനി എൻ്റെ ഗുരുവും എൻ്റെ പിതാവും ആയിരുന്നു. തിരുമേനിയാണ് എന്നെ ഈ വൈദിക പദവിയിലേക്ക് അയക്കുന്നത്. അങ്ങനെ തിരുമേനിയുടെ കൂടെ താമസിച്ചു. തിരുമേനിയുടെ അച്ഛനായിട്ട് പ്രവർത്തിച്ചു. രാജസ്ഥാനിലും പാകിസ്ഥാൻ്റെ ബോർഡറിലും UP-യിലും MP-യിലും ഒക്കെ നമ്മുടെ സഭാ അംഗങ്ങൾക്ക് വേണ്ടി അവിടെ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിലാണ് തിരുമേനി കാലം ചെയ്യുന്നത്. ഒരു കടുത്ത ശൂന്യത, വല്ലാത്തൊരു നൊമ്പരം ഈ ഹൃദയത്തിലുണ്ടായി. ഒരു പിതാവ് ആ ദിവസങ്ങളിലുണ്ടായ ഈരടികളാണ് ഭാരതാംബി നീ എത്രയോ ധന്യയായി. തിരുമേനിയുടെ സപ്തതി വന്നപ്പോൾ മമ്മൻ മാപ്പിള ഹാൾ നടന്നൊരു അനുമോദന യോഗത്തിൽ തിരുമേനി അന്ന് സഭയുടെ മേലധ്യക്ഷൻ മാത്യു സുധീൻ ബാവയാണ്, ഏഞ്ചൽ ബാവ ശാസ്താംകോട്ട കബറടങ്ങത്തിന് തിരുമേനിയോട് പറഞ്ഞു, എനിക്ക് സെമിനാരിയിൽ 6 അടി മണ്ണ് വേണം. അത് ഗ്രിഗോറിയോസിന്റെ അംബീഷനാണ്. എന്നെ അവിടെ അടക്കണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ കവിതയുടെ അവസാന ഭാഗത്ത് ഞാനൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് നിർത്തുകയാണ്. അങ്ങ് ഒതുങ്ങുമോ ഈ 6 അടി മണ്ണിൽ ഒതുങ്ങുമോ? 6 അല്ല 60 6000 അടിയിൽ അങ്ങ് ഒതുങ്ങുമോ? അങ്ങ് എവിടെ ഒതുങ്ങും? ഇന്നും തിരുമേനിയെ പഠിക്കുന്നു. ഇന്നും തിരുമേനിയെക്കുറിച്ച് റിസർച്ച് നടത്തുന്നു. അനേകം ഡോക്ടറേറ്റ് എടുക്കുന്ന വിദ്യാർത്ഥി സമൂഹം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ തിരുമേനിയുടെ പുസ്തകങ്ങൾ വായിക്കുന്നു, തിരുമേനിയെക്കുറിച്ച് വായിക്കുന്നു. ആ ഒരു ആവേശമാണ് ഇത് പുസ്തകമാകണമെന്ന് എനിക്ക് മനസ്സിൽ തോന്നിയത്. വളരെ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. നിറഞ്ഞ സംതൃപ്തിയും ചാരിതാർത്ഥ്യമുണ്ട്. ഒരു വിശ്വമാനവനെക്കുറിച്ച് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുവാൻ ഇനിയും എനിക്ക് ഒരു ലക്ഷ്യം കൂടിയുണ്ട്. ഈ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അടുത്ത വർഷം തിരുമേനിയുടെ 30th ഇയറാണ്. അത് ഇതുപോലൊരു വേദി ചിറ്റേ ഗോപകുമാർ സാർ എനിക്ക് തരണം. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് അത് പ്രകാശനം ചെയ്യും. എൻ്റെ സ്വപ്നമാണ്. ഈ സദസ്സിൽ വന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ ഞങ്ങളേറെ സന്തോഷത്തോടെയാണ് ചിറ്റേ ഗോമു സാറിനെ ഈ വേദിയിൽ നന്ദി അർപ്പിക്കുന്നത്. അങ്ങയുടെ തിരക്ക് പറഞ്ഞ ദിവസത്തിൽ ഒരു മീറ്റിങ്ങിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴിവിടെ വന്ന് നിൽക്കുമ്പോഴും എനിക്ക് ആശങ്കയായിരുന്നു, ആ മീറ്റിംഗ് ഇട്ടിട്ട് പോരുമോ എന്ന്. ഞാൻ 5:20 വിളിച്ചു. 5:30 നമ്മുടെ പ്രോഗ്രാം. സാർ 5:25 ഇവിടെ എത്തി. 5 മിനിറ്റ് മുമ്പേ ഇതിൻ്റെ മുമ്പിൽ കാത്തു നിന്ന് ഈ പ്രോഗ്രാം സംബന്ധിക്കാൻ. അത്രയും വലിയ ഒരു സേവനം മനസ്സ്. 5 മിനിറ്റ് കാത്തു നിൽക്കാൻ സാറിനുള്ള നന്ദി, അധ്യക്ഷൻ എന്ന നിലയിൽ അച്ഛനുള്ള നന്ദി അറിയിക്കുന്നു. പ്രകാശൻ പുസ്തകം സ്വീകരിച്ച ഡോക്ടർ സിസ തോമസ് ഞങ്ങളുടെയൊക്കെ ഏറെ പ്രിയപ്പെട്ട മേഡമാണ്. ഒത്തിരി സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ജോൺസൺ അച്ഛൻ എൻ്റെ ബാച്ചാണ്. അച്ഛനെ ഞാൻ അറിയിച്ചപ്പോൾ അച്ഛൻ സമയത്തിനെത്തി. മേക്കാട്ട് അച്ഛനെ 2-3 ദിവസം മുമ്പേ ഞാൻ പറഞ്ഞ അച്ഛൻ ഇങ്ങനെയൊക്കെ ഒരു പ്രോഗ്രാമുണ്ട്, അച്ഛൻ്റെ സപ്പോർട്ട് എനിക്ക് വേണം. ഒരുപാട് പേരുടെ സപ്പോർട്ട് കിട്ടി. എല്ലാവരെയും ഈ വേദിയിൽ നന്ദിയോടെ ഓർക്കുന്നു. കടന്നു വന്ന എല്ലാവരോടുമുള്ള
ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ പുസ്തകം വായിച്ച് നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ചിന്തകൾ എന്നെയും കൂടി അറിയിക്കണമെന്ന് യോഗം പര്യവസാനിക്കുന്നു.